തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കാ ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാ കത്തിച്ചോനെ ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാം കത്തിച്ചോനെ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയങ്ങളെ ഇളകൂടാതെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സർവശക്തനും സർവവ്യാപിയും അഖിലാണ്ടത്തിൻ്റെ ഉടയനുമായ സ്വർഗസ്വപിതാവേ, ഏഴുകളായ അടിയങ്ങളെ ഈ നിമിഷം വരെ ജീവനോടെ ഭൂമിയുടെ വരപ്പിൽ നിലനിർത്തിയ മഹാകൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഏഴയായ അടിയനും കഴിഞ്ഞ ദിവസം അങ്ങയുടെ പ്രിയദാസൻ ഭവനത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് ഒരുമിച്ച് അല്പനിമിഷം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരണം, ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ സന്തോഷത്തോടെ ദാസന സമ്മതിച്ചു. എൻ്റെ ദൈവം പ്രവർത്തിച്ചു. ദൈവം എന്നെ ഇന്നിവിടേക്ക് കൂട്ടിവരുത്തി. കാരണം കർത്താവാണ് കൂട്ടിവരുത്തിയത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള സ്വർഗം കർത്താവ് അരുൾ ചെയ്തു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ശരിയാണോ? ശരിയാണോ? ആ വചനത്തിൽ കർത്താവ് എന്താ പറയണേ? നീ എന്ത് ചെയ്യുമ്പോഴും ഒരു നിമിഷം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ മനസ്സിൽ നീ പ്രാർത്ഥിക്കണം. നിർബന്ധ. കർത്താവിന് നിർബന്ധ. എന്നെ പിരിഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, കാലത്ത് നമ്മൾ എഴുന്നേറ്റു, ആദ്യത്തെ പ്രക്രിയ എന്താ? ബാത്റൂമിലേക്ക് പോകും അല്ലേ? അതിൽ ആദ്യത്തെ പ്രക്രിയ ചെയ്യാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ നടക്കുമോ? പഴുപ്പുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തലേ രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങി. പക്ഷേ പെട്ടെന്ന് ഈ രോഗം ബാധിച്ചാൽ ഇത് നടക്കുമോ? ഇല്ല, ഉറപ്പാ. അപ്പോഴും ചെയ്യും, യേശുവേ എൻ്റെ കർത്താവേ എന്നൊക്കെ കിടന്ന് വിളിക്കും അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. സ്വർഗം പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നീ എന്തിനു പോകുമ്പോഴും, ബാത്റൂമിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ജോലി ഉള്ളവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അതുപോലെ നീ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നീ പ്രാർത്ഥിക്കണം. ഏതാ പ്രാർത്ഥിക്കട്ടെ? ഏശയ്യ 41 10-ാമത്തെ വചനം. അതെല്ലാം വായിപ്പിക്കാൻ സമയമില്ല. എനിക്ക് 50 മിനിറ്റാണ് ബഹുമാനപ്പെട്ട ദൈവദാസൻ തന്നിരിക്കുന്നത്. അതിനുള്ളിൽ ഇതെല്ലാം പറഞ്ഞു തീർക്കണം. അപ്പോൾ നീ 1 മിനിറ്റ് ഏശയ്യ 41 10-ാമത്തെ വചനം ഹൃദയത്തിൽ, ആര് കേൾക്കൊന്നും പ്രാർത്ഥിക്കണ്ട, നിശബ്ദമായി പ്രാർത്ഥിച്ചിട്ട് നീ പോയേ. യേശുവിൻ്റെ നാമത്തിൽ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ആ കാര്യം നിനക്ക് ഒരു തടസ്സങ്ങൾ കൂടാതെ ചെയ്യുവാൻ സ്വർഗം സഹായിക്കും. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദേവദാസൻ പറഞ്ഞതുപോലെ ഇനി എന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഞാനൊരു ബ്രാഹ്മണ സമുദായം, അതായത് നമ്പ്യാർ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ആദ്യം ഞാനല്ല വിശ്വാസത്തിൽ വന്നത്. എൻ്റെ ഭാര്യ, എനിക്കൊരു മകളേ ഉള്ളൂ,
അവളും വിശ്വാസത്തിൽ വന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരെ ചീത്ത പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്പ്യാർ സമുദായത്തിലായിരുന്നപ്പോൾ 34 വർഷം അയ്യപ്പം പാട്ടും പാടി ധാരാളം പൈസ ഉണ്ടാക്കിയിരുന്നു. ശബരിമലയ്ക്ക് പോകുമ്പോൾ മണ്ഡലകാലം പലർക്കും അതറിയാൻ പറ്റും. അങ്ങനെ ഞാൻ പാടി നടന്നിരുന്നു. ഒരു സെറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിൻ്റെ ബുക്കൊന്നുമല്ല, ഒരു നോവല്, ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. ഉടനെ എനിക്കത് മനസ്സിലായില്ല. ഞാൻ കണ്ണടച്ചു. വീണ്ടും സംസാരം ശക്തമായിട്ട് എൻ്റെ കാതുകളിൽ പതിഞ്ഞു. ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. ഞാൻ ഉടനെ എൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു കടയിലാണ്, സ്വന്തമായിട്ടുള്ള കട, അവിടെ ഇരിക്കുകയാണ്. അവിടേക്ക് പോയി ഇങ്ങനെ ഒരു കാര്യം കേട്ടു. എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, അത് രക്ഷിക്കപ്പെട്ട് ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ചീത്ത പറയരുത്. ഈ കർത്താവായ യേശുവിലും യേശുവിൻ്റെ വചനത്തിലും വിശ്വസിക്കണം. കരിസ്മാറ്റിക്കിൽ കൂടിയാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല, കാരണം വിശദീകരിച്ച് പറയുമ്പോൾ സമയം പോകും. ഞാൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നമ്പ്യാരേട്ടൻ എന്നെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പണി നോക്ക്, സ്നാനപ്പെടാതെ എനിക്ക് പറ്റില്ല. അത് അങ്ങനെ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ യേശു എന്നോട് പറയും, ആ സമയത്ത് സ്നാനപ്പെടാം. മേലിൽ എന്നോട് ഈ വാക്ക് പറഞ്ഞു വരരുത്, എനിക്കിഷ്ടമല്ല. പുള്ളി പോയി. ഞാനൊന്നും പറയണ്ട. പുള്ളി വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. കൃത്യം 15-ാമത്തെ ദിവസം ഞാൻ ഭവനത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണടഞ്ഞുപോയി. എൻ്റെ മുമ്പിൽ കർത്താവ് സ്വപ്നത്തിൽ പരിശുദ്ധമായ വെള്ളമുള്ള കൽപ്പടവുകൾ കിട്ടിയ ഒരു കുളം കാണിച്ചു തന്നു. എന്നിട്ടൊരു സ്വരം എന്നോട് ശാന്തമായിട്ട് പറഞ്ഞു, നീ അതിലിറങ്ങി മുങ്ങുക. ഞാൻ ഞെട്ടി കണ്ടു തുറന്നു. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വീണ്ടും കണ്ണടച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള യേശു കർത്താവ് സമ്മതിക്കുന്നില്ല. എന്താ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള കർത്താവ്? ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ടാ? ഏതാ വചനം? വചനം ഏതാ? എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ഇതാരാ പറഞ്ഞത്? സ്വർഗം. യേശു കർത്താവ് പറഞ്ഞത് അവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ വിളമ്പിത്തരുന്ന വചനം നിങ്ങൾ സ്വാദോടെ ഭക്ഷിക്കുന്നുണ്ടോ എന്ന് ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം നമ്മൾ സാധാരണ പറയുന്നത് എന്താ? വായിക്കുക എന്നല്ലേ, ഒരു തെറ്റുമില്ല. പക്ഷെ എന്നോട് സ്വർഗം പറഞ്ഞു, നീ ഒരിക്കലും വചനം വായിക്കുക എന്ന് പറയരുത്, ഭക്ഷിക്കുക എന്ന് പറയണം. എന്താ അത്? നല്ല വിശപ്പുള്ളപ്പോൾ സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചാൽ പ്രത്യേക ഒരു സന്തോഷമല്ലേ, ഒരു തൃപ്തിയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞാനും നിങ്ങളും ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ശരീരത്തിനും ആ ഒരു സംതൃപ്തി, ആ ഒരു ശക്തി നമുക്ക് ലഭിക്കണം. എന്നോട് സ്വർഗം പറഞ്ഞു, അതുകൊണ്ട് നീ വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. നീ വെറുതെ പറയല്ല, വചനത്തിലുണ്ട്. യേസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവസാനത്തെ വചനത്തിൽ പറഞ്ഞു, യേസ്കേലിനോട് മത്സരിക്കുന്ന ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് നിന്നെ അയക്കുന്നു. ഇവൻ കണ്ണൂർന്ന് നോക്കിയപ്പോൾ കർത്താവിൻ്റെ അടുക്ക ഒരു ചുരുൾ കണ്ടു. അത് നിവർത്തി അതിൽ എന്തെല്ലാം എഴുതിയിരുന്നു. ഈ ചുരുൾ നീ അതിൽ വചനമാണ്. ഇത് നീ നിൻ്റെ ഉദരത്തിലാക്കി വയറ് നിറച്ച് ഭക്ഷിക്കാൻ. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഇതെങ്ങനെയാണ് ഈ ചുരുള് ഭക്ഷിക്കണത്?
വല്ല ചോറും കറിയും ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഭക്ഷിക്കാം. പക്ഷെ പ്രവാചകൻ എതിർത്ത് പറഞ്ഞില്ല, ഭക്ഷിച്ചു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നു 3-ാം അധ്യായത്തിൽ, വായിപ്പിക്കണ്ട, അത് തേനിനേക്കാളും തേൻ കട്ടയേക്കാളും സ്വാദുള്ളതായിരുന്നു. അതിൻ്റെ മർമ്മം എന്താ? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഭക്ഷിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിനും തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതായിരിക്കണം. നിങ്ങൾ വിഷമിച്ച് വചനം വായിച്ചിട്ട് ഒരു വിശേഷമില്ല. നിങ്ങൾ ബുദ്ധിമുട്ടി വചനം വായിച്ചിട്ട് ആർക്കെങ്കിലും വേണ്ടി വചനം വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വചനം വായിക്കുമ്പോൾ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഏകാഗ്രതയോടെ ഞാനും നിങ്ങളും വചനം വായിക്കുമ്പോൾ എൻ്റെ സ്വർഗം ഇപ്പോൾ നമ്മുടെ മധ്യത്തുള്ള യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. സംശയമുണ്ടോ? സന്തോഷമുള്ളത് കരങ്ങൾ നിർത്തിയവർക്കല്ലേ നീ പറഞ്ഞേ? കണ്ടോ, ഞങ്ങളുടെ അനുഭവത്തിൽ കൂടിയാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ ഭവനമെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളവിടെ കിടക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഒരു സാമുവൽ എന്ന് പറഞ്ഞ് ആലുവയിൽ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പെന്തിക്കോസ്താണ് ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരു മെമ്പറാണ്. പുള്ളിയെ ദൈവം എനിക്ക് പരിചയപ്പെടുത്തി. ആ പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാം. ആ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഇന്ന് അടിയനും കുടുംബവും താമസിക്കുന്ന ആലുവായിൽ ഇടയപ്പുറമെന്ന സ്ഥലത്ത്, മേക്കരകുന്ന സ്ഥലത്ത് അദ്ദേഹം സ്ഥലം മേടിച്ചിട്ടിരുന്നു. അവിടെ മനോഹരമായൊരു പണിതം ഞങ്ങൾക്ക് പണിത് തന്നു. ഈ ദാസന് ആ വീട് ശരിക്കും അറിയാം. അതിനു മുമ്പ് എൻ്റെ ഭാര്യ 1 മാസം മുമ്പ്, കൃത്യം 30 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അവൾക്കൊരു വചനം കൊടുത്തു. എൻ്റെ നാമത്തിൽ താൻ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്നത് അവരുടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വചനം അവളുടെ ഹൃദയത്തിൽ കൊടുത്തു. ആ വചനം വർദ്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭവനം നൽകി. ഇന്ന് ആ ഭവനത്തിലാണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, 18 വെള്ളപ്പൊക്കത്തിൽ ഭവനം മുകളിലിരിക്കുന്ന ടാങ്ക് വരെ മുങ്ങി, വെള്ളപ്പൊക്കം. പക്ഷേ അതിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത് വീണ്ടും മനോഹരമാക്കി. ഇന്ന് ആ ഭവനത്തിൽ എല്ലാ ഞായറാഴ്ചയും ആരാധനയുണ്ട്, എല്ലാ വ്യാഴാഴ്ചയും ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതുമാത്രമല്ല, വൈകിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ 7:30 മണിക്ക് ഊടും കഴിഞ്ഞ് പ്രേഹാളിലിരിക്കും. പലരും വിളിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അത്ഭുതകരമായി സൗഖ്യ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ കഴിവല്ല, എൻ്റെ യേശുവിൻ്റെ കഴിവാണ്. എൻ്റെ യേശു തമ്പുരാൻ അവർക്ക് അത്ഭുതകരമായി ഒരു സൗഖ്യം കൊടുക്കുന്നു. ഏറ്റവും അടുത്ത് നടന്നത് ഇക്കൊല്ലം SSLC പരീക്ഷയ്ക്കൊരു പെങ്കൊച്ച് എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റണില്ല, ഓർമ്മയിൽ നിൽക്കണില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവൾക്ക് ഓർമ്മശക്തി ശക്തീകരിച്ചു. അതുമാത്രമല്ല, ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ അവൾക്ക് വേണ്ടി ഫുൾ A+ഓടെ SSLC പാസ്സാകുവാൻ പ്രാർത്ഥിച്ചു. സംഭവിച്ചത് ഇപ്പോൾ നമ്മുടെ മധ്യത്തുള്ള യേശു തമ്പുരാൻ ആ പെൺകുട്ടിക്ക് ഫുൾ A+ കൊടുത്തു. നമ്മളെന്ത് സന്തോഷമാണോ? അവൾ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ +1 ചേർന്നു. അതുമാത്രമല്ല, പലർക്കും കർത്താവ് രോഗസൗഖ്യം കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ സ്വർഗം അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും ഈ കൃപ കർത്താവ് തരും. പക്ഷേ ഒന്ന്, പ്രാർത്ഥന എങ്ങനെയായിരിക്കണം കർത്താവ് പറഞ്ഞു. എങ്ങനെയാണ് എന്ന് പറയാമോ? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞു. പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഏകാഗ്രതയോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ചിന്തകളൊന്നും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരരുത്. എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടെങ്കിലും അത് ഉപേക്ഷിച്ചേക്കണം. ഞാനിവിടെ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഇന്ന് സ്വർഗം എനിക്കും നിങ്ങൾക്കും ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന വചനം ഒന്ന് വായിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ. വേഗം വായിക്കാം.
ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ. അവൻ യെരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ഭക്തപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. തന്ന വചനത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ കൂടി അതിൻ്റെ മർമ്മം ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന മർമ്മമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം യെരിഹോവിൽ കൂടി കർത്താവ് കടന്നു വരുമ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനും എന്നെപ്പോലെ കുള്ളനുമായ സക്കായി എന്നൊരു മനുഷ്യൻ, ഈ യേശുവിനെ പറ്റി എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്, എന്നാൽ അയാളെ ഒന്ന് കാണാം എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ കാണാനായിട്ട് ചെന്നപ്പോൾ ജനത്തിൻ്റെ തിരക്കുകൊണ്ട് യേശുവിനെ അടി തൊട്ട് മുടി വരെ കാണാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ. കാണാൻ പറ്റുമോ? ഇല്ല. എന്നാ വേണ്ട, പോവാം എന്ന് പറഞ്ഞ് തിരിച്ചു പോയോ? ഇല്ല, അവൻ മുമ്പോട്ടോടി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള അവസരം കിട്ടിയാൽ, വചനം നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അവസരം കിട്ടിയാൽ, നിങ്ങൾ അതാദ്യം ആർത്തിയോടെ ചെയ്യണം. തൊട്ടടുത്തൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾ പങ്കുകൊള്ളണം, അത് പ്രാർത്ഥിക്കണം. വചനം ശുശ്രൂഷിക്കാൻ അവസരം തന്നാൽ ആത്മാവിൽ നിന്ന് വചനം നിങ്ങൾ ശുശ്രൂഷിച്ചേ പറ്റൂ. ഈ ഞായറാഴ്ച മറ്റുള്ളവർ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ നമ്മളെ എന്തിനാ വേർതിരിച്ച് ഈ ഞായറാഴ്ച 2-3 മണിക്കൂർ കൂടി ഇരുത്തിയേക്കണം? എന്തിനാ? ദൈവത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. ദൈവത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടാൽ ദൈവം നമ്മളെ ഉയർത്തും, ഒരു സംശയമില്ല. സക്കായി എന്ത് ചെയ്തു? മുമ്പോട്ടോടി. കർത്താവിനെ കാണാൻ അവൻ പിന്തിരിഞ്ഞില്ല. മുമ്പോട്ടോടി ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറി അവരവിടെ ഇരുന്നു. അപ്പോൾ യേശുവിന് അടി തൊട്ട് മുടി വരെ കാണാം, ഒരു ശല്യവുമില്ല. ഇവിടെ താഴ്ത്ത് നടക്കണ ആൾക്കാർ ചവിട്ടും ഇടിയും ഒക്കെ കൊണ്ട് യേശുവിനെ കാണുവാൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഈ സക്കായി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ മരത്തിൻ്റെ മുഖത്ത് കയറിയിരുന്നു. ആ സമയത്ത് സക്കായിയുടെ ഉള്ളത്തിലുള്ള അവസ്ഥ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി വചനം ധ്യാനിച്ചപ്പോൾ അവൻ അവിടെ ഇരുന്നു കൊണ്ട് കാലും കയറ്റി, വചനത്തിലൊന്നുമില്ല, എൻ്റെ മർമ്മ പറയണേ, ഇരുന്ന് ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു. ജനമൊക്കെ ഇട്ടി ചവിട്ടും കൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു ശല്യമില്ല. മുകളിലിരുന്ന് എനിക്ക് യേശുവിനെ വ്യക്തമായിട്ട് കാണാം. അഹമെന്ന ഭാവം ഇത് മനസ്സിലാക്കിയ ഇപ്പോൾ നമ്മുടെ മധ്യത്തുള്ള യേശു തമ്പുരാൻ അവനിരുന്ന മരക്കൊമ്പിൻ്റെ താഴെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഹമെന്ന ഭാവമുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് എളിമയിലേക്ക് കടന്നു വരിക.
ഒരു ദൈവമക്കളുടെ ദൈവദാസൻ്റെ ഏറ്റവും ദൈവം ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എളിമ. ഇന്ന് എത്ര പേരിലുണ്ടെന്ന് എനിക്കറിയില്ല, ദൈവത്തിനറിയാം. ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ ഇരിക്കുന്ന സക്കായിയെ നീ എളിമയിലേക്ക് ഇറങ്ങി വരാൻ, ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം സക്കായിയുടെ ഹൃദയത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ അവരവിടെ വച്ച് തന്നെ മാനസാന്തരപ്പെട്ടു. താഴേക്ക് അവൻ വന്നു, ബന്ധപ്പെട്ട് ഇറങ്ങി എന്നാ പറയുന്നത്. സാവധാനം ഇറങ്ങിയ പോരെ, ഇത്ര ധൃതി പിടിക്കണെന്തിനാ? മാനസാന്തരപ്പെട്ടാലേ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവൻ ബന്ധപ്പെട്ടിറങ്ങി വിറച്ചും കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ നിന്നു. ഉടനെ മാനസാന്തരപ്പെട്ട സക്കായിയെ നോക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ മധ്യത്തുള്ള യേശു തമ്പുരാൻ സക്കായിയോട് എന്താ പറഞ്ഞത്? സക്കായിയെ, ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കും. അത് കേട്ടപ്പോൾ അവൻ ഒന്നുകൂടി പരിഭ്രമിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സമ്പാദിച്ച സ്വത്തിൽ നേർപകുതി പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തുകൊള്ളാം. ആരോടെങ്കിലും ചതിവായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടി ഞാൻ കൊടുത്തുകൊള്ളാം. എന്താണ് ആ ചതിവായി എടുത്തത്? ദൈവത്തോട് ഞാൻ ധ്യാനിച്ച് ചോദിച്ചു, കർത്താവേ, ആ ചതിവായി എടുത്തത് എന്താ? എനിക്കത് ദൈവം വെളിപ്പെടുത്തി. ഇവൻ ധനവാനും ചുങ്കക്കാരനുമായിരുന്നു. ധാരാളം പണം ഉണ്ടാക്കി, അത് നേർപകുതി പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. രണ്ടാമത്തത് ചതിവായെടുത്ത് എന്താ? ഇവൻ പലരോടും പണം അവിഹിതമായ വിധത്തിൽ പലരോടും മേടിക്കുകയും അവർ ഇവനെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ പകരം അവരെ ഈ സക്കായി സ്നേഹിച്ചില്ല. ഇന്നൊരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളുമുണ്ട്, അല്ലേ? ഇന്ന് പല കുടുംബത്തിലെ അവസ്ഥ എന്താണ്? മക്കൾ പറഞ്ഞാൽ അപ്പനും അമ്മയും പറഞ്ഞാൽ മക്കളനുസരിക്കില്ല. മക്കൾ പറയുന്നത് അവർക്കും ഇഷ്ടമില്ല. ആകെ ബഹളം. ദിവസേന പത്രത്തിൽ നമ്മൾ പലരും ആത്മഹത്യ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, അല്ലേ? ആ ഒരു അവസ്ഥയല്ല. ഒരു മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ അത് പാടില്ല. എന്ന് പറഞ്ഞാൽ നീ എല്ലാവരെയും സ്നേഹിക്കണം. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷ ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല, വചനം ഭക്ഷിച്ചുകൊണ്ട് മാത്രമായില്ല. നിന്റെ ഭവനത്തിലും മറ്റുള്ളവരോടും താഴ്മയിൽ നീ സംസാരിക്കണം, താഴ്മയിൽ നീ ജീവിക്കണം. അപ്പോൾ ഒരു ഭവനത്തിൽ താമസിക്കുന്ന അപ്പനും അമ്മയും മക്കളും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ താഴ്മയിലായിരിക്കണം. നീ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് ആരെങ്കിലും ഉണ്ട് ഇതിൽ പഠിക്കുന്നവർ? ഇന്ന് നീ ചെയ്യുന്നത് ആരാ? ഇപ്പം മോള് പരീക്ഷയായി, ഏതിനാ പഠിക്കണേ? പഠിക്കണ സമയത്താണ് നിൻ്റെ അമ്മ വിളിക്കുക ഒരു അത്യാവശ്യത്തിന്, മോളെ ഒന്ന് കൂടെ വന്നേ. അപ്പോൾ നീ ഒരു വിശ്വാസിയല്ലേ? ഓക്കെ, ദൈവത്തിന് സ്തോത്രം. വിശ്വാസിയാണെങ്കിൽ ആ അമ്മോട് എങ്ങനെ ഉത്തരം പറയണം? നീ പരീക്ഷയ്ക്ക് കൊണ്ടുപിടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, വളരെ അത്യാവശ്യമാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് അതിനേക്കാൾ ആവശ്യമുള്ളൊരു കാര്യത്തിന് മോളെ ഒന്ന് ഇങ്ങോട്ട് വരിക എന്നാണ് പറഞ്ഞത്. എന്നെ ചീത്തയൊന്നും പറയണില്ല. അപ്പോൾ നീ എങ്ങനെ അമ്മയോട് പറയണം? വിശ്വാസിയല്ലേ? ഇത് പറ, വേഗം സമയമില്ല. എങ്ങനെ ഞാൻ എൻ്റെ വചന ശുശ്രൂഷ മനുഷ്യൻ ഈ വചനം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നുകൂടി ഞാൻ പറയും. ആ കൃപയാണ് ദൈവം എനിക്ക് തന്നേക്കണേ. വെറുതെ വചനം വായിപ്പിച്ചും വെറുതെ പറഞ്ഞും പോവുമല്ല. എങ്കിൽ നിൻ്റെ സന്ദർഭമൊക്കെ അറിയാമല്ലോ.
അതെ, നീ കൊണ്ട് പഠിക്കുക, ഓക്കെ, നല്ല കാര്യം. അപ്പോൾ അമ്മ വിളിക്കണം ഒരു അത്യാവശ്യം. അപ്പം അമ്മ പറയും? നീ വിശ്വാസിയാ, അതുകൂടി ഓർക്കണം. അല്ലെന്നാ പോകില്ലേ? അതാണ് വിശ്വാസികൾ. എന്നാ ചിലരെന്ത് ചെയ്യും? ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തീർന്നിട്ടില്ല, ഞാൻ പിന്നെ വരാം. വലിയ ഒച്ചയിൽ പതുക്കെയാണ് അമ്മ വിളിച്ച് പറൂരി കേൾക്കാവുന്ന വിധത്തിൽ മറുപടി പറഞ്ഞാൽ നീ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം സന്തോഷിക്കുമോ? അവിടെ ഇരുന്നു. ഉടനെ അത് വച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമയമില്ലെങ്കിൽ അമ്മ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വരാം, ശാന്തമായിട്ട് എന്ന് പറയും. അപ്പോൾ ദൈവം സന്തോഷിക്കും. മനസ്സിലായ? ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ വീട്ടിലുണ്ട്, ഉറപ്പല്ലേ? വിശ്വാസിയുടെ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവം ഇത് കേൾക്കും. അപ്പോൾ നാം എളിമയിൽ ജീവിക്കണം. ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണ ഭാവം സക്കായി കാണിച്ചു. അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ പിടിച്ചു വാങ്ങി. പക്ഷെ അവരെ സ്നേഹിച്ചോ? ഇല്ല. അതാണ് ചതിവായി എടുത്തത് 4 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തോളൂ. പകുതിയല്ല, 4 ഇരട്ടി. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള സ്വർഗം എന്തു പറഞ്ഞു? സക്കായിയോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെയും നിൻ്റെയും ഭവനത്തിൽ രക്ഷയുടെ അനുഭവം നാം മരിക്കുന്നതുവരെ ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ ആ ഭവനത്തിലുള്ളവർ പരസ്പരം സ്നേഹത്തോടെ, ഐക്യതയോടെ, എളിമയോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? ചിലപ്പോഴൊക്കെ ദേഷ്യം വരും, അല്ലേ? ചില കാര്യമൊക്കെ പെട്ടെന്ന് അത് പാടില്ല. അപ്പോൾ കർത്താവ് പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അതുമാത്രമല്ല, കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഓരോ ദിവസവും ഉണ്ടായി. എന്നാൽ സക്കായിയോടുകൂടി ഇവൻ പാർപ്പാൻ പോയപ്പോൾ പലരും പരിഹസിച്ചു. പാപിയോടുകൂടി പാർക്കാൻ പോകും. ഇന്ന് പെന്തിക്കോസ്തിലേക്ക് വന്നവരെ പലരും പരിഹസിക്കേണ്ടത്, അല്ലേ? പരിഹസിക്കണം. എന്താ? ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ. ഞാൻ ഹിന്ദുസ്ഥാൻ ലിബറലായിരുന്നു ജോലി. അവിടെ നിന്ന് റിട്ടയറായി പോന്ന് എനിക്ക് കുറേ കടബാധ്യതകളൊക്കെ വന്ന് വിഷമിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരിൽ ചിലർ എറണാകുളം കച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിൽ വെച്ച് രാവിലെ 10 മണിക്ക് കണ്ടു. ഉടനെ അവർ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, നായരുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഇവരൊക്കെ കൂടി എൻ്റെ വളഞ്ഞു. എന്തായി നമ്പ്യാരെ? ഇപ്പം യേശുവിൻ്റെ പുറകെ പോയിട്ട് എന്ത് കിട്ടി? ഞാൻ പറഞ്ഞു, കിട്ടിയത് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാറൊന്നുമില്ല. നിങ്ങൾ വീട്ടിലേക്ക് വാ, ഞാൻ പറഞ്ഞു തരാം. എന്താ അവരോട് വചനം പറയാമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. വേണ്ട, വീട്ടിലേക്കൊന്നും വരണ്ട, എല്ലാം പോയില്ലേടാ. ഇപ്പം വീടും പോയില്ലേ? ഇപ്പം കരക്കാർ വിടുന്ന വീട്ടിലല്ലേ നീ താമസിക്കണേ? നാടമുണ്ടോ? നല്ല നമ്പ്യാർ ചെയ്യാവേണ്ട ആവശ്യമുണ്ടോ? ഈ നസ്രാണിയുടെ ദൈവത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? നീ മടങ്ങി വാ. പഴയ പോലെ നീ ഉടുക്കുമൊക്കെ ആയിട്ട് മണ്ഡലക്കാലത്ത് പോയി പാട്ടുപാടി കാശുണ്ടാക്ക്. എന്നെ കളിയാക്കി. ഇത് ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെ പലരും കേട്ടു. പക്ഷെ എനിക്കൊരു നാണക്കേടൊന്നും തോന്നില്ല. അടുത്ത ഞാനിപ്പോൾ ശുശ്രൂഷയ്ക്ക് പോവുക വടുതലെ. അടുത്ത ബസ്സിന് ഞാൻ പോയി. നീ പോവോ എന്ന് പറഞ്ഞ് അവരാട്ടി വിട്ടു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല. ഇന്ന് എൻ്റെ മകളും അവളുടെ ഭർത്താവും ഞങ്ങളുടെ 3 മക്കളും ദൈവത്തിൻ്റെ വേല ചെയ്തു. അവർ 3 പേരും ഡിഗ്രിക്കാരാണ്. ഒരു നാണോ മാനോ ഇതൊന്നും അവർക്കില്ല. വചനം മറ്റുള്ളവരോട് പറയും. വേദനിക്കുന്ന മക്കളെ വചനത്താൽ ആശ്വസിപ്പിക്കുക. എൻ്റെ മകള് മൈത്രി എന്ന് പറഞ്ഞൊരു സംഘടനയിൽ മെമ്പറാണ്. എല്ലാ ദിവസവും ജയിൽ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളാരും ജയിലിൽ പോയിട്ടുണ്ടോ?
ജയിലിൽ പോയി നിങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിയാൽ ആ തടവുകാരോട് ചെന്നിട്ട് നമ്മുടെ സാക്ഷ്യം പറയണം. ഈ യേശുവിൻ്റെ ശക്തി എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർ മാനസാന്തരപ്പെടണം, രക്ഷയുടെ അനുഭവത്തെ കൂട്ടിവരുത്തണം. ഇതാണ് കർത്താവ് എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാരോട് എന്താ കർത്താവ് പറഞ്ഞ്? നിങ്ങൾ ലോകമെങ്കും പോയി സുവിശേഷം അറിയിക്കാനാണ് പറഞ്ഞു. ഒരു സ്ഥലത്ത് മാത്രമല്ല പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരണം. പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെയൊക്കെ അനുഭവത്തിലൂടെ നിങ്ങൾ പോകണം എന്ന്. പിന്നെ നിങ്ങൾ മറ്റ് ജാതിക്കാരെ കണ്ടാൽ അവരോട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് എന്തൊക്കെയാണ് അത് നിങ്ങൾ വിളിച്ചു പറയണം. ധൈര്യത്തോടെ, സന്തോഷത്തോടെ വിളിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. എനിക്കത് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് സാമ്പത്തികം കിട്ടിയാൽ, ഇപ്പോൾ ഒരു വരുമാനമില്ല, പക്ഷെ കർത്താവ് ഇന്ന് വരെ എന്നെ നടത്തി. മനസ്സിലായോ? നിങ്ങൾക്ക് 100 രൂപ കിട്ടിയാൽ ദശാംശം എത്രയാ? 10. എന്നാൽ പുതിയ നിയമത്തിൽ ഓഹരിയാണ്, ദശാംശമാണ്. ആ ഓഹരി ഇടണം. നിങ്ങൾക്ക് കൊടുക്കും തോറും വർദ്ധിക്കും. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് കൊടുത്താൽ ഇരട്ടി തരും. എൻ്റെ അനുഭവം ഈ പറയണത്, വെറുതെ വാചകം അടിക്കുകയല്ല. അതിൻ്റെ ഇരട്ടി കർത്താവ് തരും. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതം, വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ എന്ന് കയറി. കുറച്ച് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ ദൈവദാസൻ എനിക്ക് ഒരു സ്തോത്ര കാഴ്ച പ്രതീക്ഷിച്ചതാണ്. ഈ ദൈവദാസൻ വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ഓയമിലായിരുന്നപ്പോൾ ഒക്കെ ഇടയ്ക്ക് വീട്ടിൽ വരും. വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾ പെട്ടെന്നാണ്. അപ്പോൾ ദൈവദാസനോട് ഞാൻ ചോദിച്ചു, എന്താ വന്നേ? അല്ല, ഞാനിതിലേ പോകുമ്പോൾ ഇവിടെ പാട്ട് കേട്ടു. ഒരു ദൈവദാസനെ ആകർഷിച്ചതാണ്. എന്താ പാട്ടാ? ഞങ്ങൾ രണ്ടുപേരും പാടിക്കൊണ്ടിരിക്കുക. അത് കേട്ടപ്പോഴാണ് ആ സ്തോത്ര കാഴ്ച പ്രതീക്ഷിച്ചു പോലും. ഇതുപോലെ കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 100 രൂപ കർത്താവ് തന്നാൽ നിങ്ങൾ 10 രൂപ ഇട്ടാൽ പോരാ, ഓഹരി ഇടണം. അത് 11,000 മതി, 12,000, 15,000 കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചെറിയ തോക്കൊക്കെ ഇടാൻ വലിയ വിഷമമില്ല. പക്ഷേ നമുക്ക് 1,00,000 രൂപ കിട്ടിയാൽ ഒന്ന് പൊളിക്കും. വിശ്വാസിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? എങ്ങനെ ഇടുമ്പോൾ കൈ വിറയ്ക്കും. ഇതെങ്ങനെ ഇടും? ഓഹരി ദശാംശം എങ്ങനെങ്കിലും ഇടും. അത് പിന്നെ നിവർത്തിയില്ല. പക്ഷെ ഓഹരി ഇട്ടേ നിങ്ങൾക്ക് ആ 1,00,000 ദൈവം അതിനേക്കാൾ ഇരട്ടി പിന്നീട് തരും. ഞങ്ങളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരവസ്ഥയിൽ. എനിക്കൊരു ജോലി അവിടെ നിന്ന് റിട്ടയറായി. അവിടെ നിന്ന് കിട്ടിയ കാശുമൊക്കെ എൻ്റെ മരുമകൻ ബിസിനസ് ചെയ്ത് അതൊക്കെ പൊളിഞ്ഞ് അതിലൊക്കെ മുടക്കി എല്ലാം പോയി. വാസ്തവം ചുരുക്കത്തിൽ ഭവനം പോലും ഇല്ലാത്തൊരവസ്ഥയായി പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഒരു സാമുവൽ, ദൈവവസ്ഥ അറിയാം. ആ വ്യക്തിയെ പ്രാർത്ഥനയ്ക്ക് കർത്താവിനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, വചനം ശുശ്രൂഷിച്ചു. പുള്ളിക്ക് താല്പര്യമായി. പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാം. അങ്ങനെ പുള്ളി ഇന്ന് ഞാൻ താമസിക്കുന്ന ആ മേക്കരകുന്ന സ്ഥലത്ത് മേടിച്ച 10 സെൻറ്റ് സ്ഥലത്ത് ഒരു ഭവനം പുള്ളി പണിതു. ഇന്ന് അവിടെ താമസിക്കും. കണ്ടോ? അതുപോലെ നാം രക്ഷിക്കപ്പെട്ട മക്കളായി നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. നിങ്ങൾ വേദനിക്കുന്ന മക്കളെ നിങ്ങൾ വചനത്താൽ ആശ്വസിപ്പിക്കണം. അതുമാത്രമല്ല, കർത്താവ് വചനത്തിൽ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നു. നമ്മളുടെ അറിവിലുള്ള ഒരു രോഗി ആശുപത്രിയിൽ കിടക്കുന്നുവെങ്കിൽ, ഭവനത്തിൽ കിടക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം എത്രയും വേഗത്തിൽ പോയി ആ രോഗിയുടെ തലയ്ക്കൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിർബന്ധമാണ്. യേശു തമ്പുരാൻ പറഞ്ഞതാ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ അനുഗ്രഹീതരാണ്. ഇത് ചെയ്യാറുണ്ട്.
ഞാൻ പോകുന്നുണ്ട്, ഞാൻ പോവാണ്, ഞാൻ ചെയ്യണതാ ഞാൻ വിളിച്ചു പറയണം, ചെയ്യാത്തതൊന്നും ഞാൻ വാചകം ഓടിക്കുക, ഞാൻ പോകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേദനയ്ക്ക് നോക്കണമെന്ന് എനിക്ക് മനസ്സിലായാൽ അവർ ആ വിവരങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ 7:30 ആഹാരം കഴിക്കണേ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭവനത്തിലിരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെയും നിങ്ങളെയും ഭവനം രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലോ? ശരിക്കും ശ്രദ്ധിച്ചില്ലേ? ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുമ്പോട്ടത് പോയേ എൻ്റെ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കും, നിങ്ങളെ രക്ഷിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഈ മക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഇവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ തന്ന വചനത്തിനായി സ്തോത്രം. അതിൽ അടിയനോട് അവിടുന്ന് കൽപ്പിച്ചതൊക്കെ ഈ മക്കളോട് ഒന്നും വിട്ടുപോകാതെ അടിയൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ വചനം ഈ മക്കൾ ജീവിതത്തിൽ ഈ നിമിഷം ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് വചനം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത് വേദനിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ചെന്ന് കാണുവാൻ, അവരുടെ കട്ടിലിൻ്റെ തലയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാം ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ, അവർ പഠിക്കുന്നതിന് മുൻപ് നിങ്ങളോട് പ്രത്യേകിച്ച് ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുകയാണ്, യേശയ്യ 41:10 വചനം വായിച്ചിട്ട് വേണം നിങ്ങൾ വായിക്കുവാൻ, നിങ്ങൾ എഴുതുവാൻ തുടങ്ങാൻ. ദൈവം ഉന്നതമായ വിജയം നൽകും. കർത്താവേ, ആമൾക്ക് ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ സഹായിക്കണം. വചനത്താൽ ബന്ധിക്കണം. ഒരു ദുഷ്ടനും അവരെ തൊടുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഇങ്ങനെ വരുവാനും ഈ വചനം സൂക്ഷിക്കാനുള്ള അവസരം തന്ന ദൈവദാസന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏഴയായ അടിയൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യേശുവിൻ അൻപു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് കരങ്ങളടിച്ച വചനത്തെ സ്വീകരിക്കാം. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ എത്ര പ്രായം ചെന്നാലും എത്ര ബലഹീനതയുണ്ടെങ്കിലും, സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആളാണ്, എന്നാലും നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കർത്താവിൻ്റെ ദാസനെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് ദൈവം പ്രാർത്ഥിക്കാനൊരു പ്രത്യേക കൃപ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രത്യേകമായൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ശിമയോൻ പ്രാർത്ഥിച്ചതുപോലെ, അന്ന പ്രാർത്ഥിച്ചതുപോലെ അവർ ഒന്നും കൊട്ടിഘോഷിക്കാതെ ശാന്തമായി അങ്ങനെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ചിന്തിക്കുക. അത് ഏറ്റവും ഫലകരമായി തീരട്ടെ. നമുക്കും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവസാനത്തിൽ അതിനുവേണ്ടി ഉദ്യമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കേട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. വചനത്തിൻ്റെ ആ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുക. തൻ്റെ ബോധ്യത്തിൽ നിന്ന് താൻ പറഞ്ഞ സത്യങ്ങളാണ്, പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യങ്ങളാണ് എന്നെ തൻ്റെ വാക്കുകളിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത്. നമ്മൾ ആ ബോധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുക്കുന്ന, കുടുംബമായിട്ട് ഇവൻ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഈ വന്നുകൊണ്ടിരുന്ന സമയത്ത് താൻ എന്നോട് തൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു. ഞാനത് താൻ പറയുമെന്നാണ് വിചാരിച്ചത്. അത് ഈ പട്ടണത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ
താൻ നിരന്തരം പോയിക്കൊണ്ടിരുന്ന ആ വ്യക്തി താൻ കർത്താവിനെ അറിഞ്ഞു എന്ന് കേട്ടപ്പം തന്നെ ആട്ടി പുറത്താക്കി, തന്നെ ആക്ഷേപിച്ച് പുറത്താക്കി. ദുഃഖത്തോടെ ആണെങ്കിലും തനിക്ക് വേണ്ടി ഒരു അക്ഷരം മറുത്തു പറയാതെ താൻ ശാന്തമായി പോയി. 6 മാസങ്ങൾക്ക് ശേഷമല്ലേ 6 മാസങ്ങൾക്ക് ശേഷം താൻ വഴിയെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കാറിൽ വന്നുകൊണ്ടിരുന്ന താൻ നടന്നു വരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് കാറ് നിർത്തിയിട്ട് താൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നോട്. ക്രിസ്തുവിനെ തന്നെ ആക്ഷേപിച്ച് താൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു: ഞാനിപ്പോൾ അവശനാണ്, ഞാനിപ്പോൾ രോഗിയാണ്, നിന്റെ യേശുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ആ വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അദ്ദേഹം ആ കാറിൽ അകത്തു കയറാൻ പറഞ്ഞപ്പോൾ അകത്ത് പോലും കയറാതെ കരം വെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ അദ്ദേഹത്തോട് പറഞ്ഞു, തന്നിൽ നിന്ന് കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, നീ സേവിക്കുന്ന യേശു മഹാനാണ്, എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകരെ കർത്താവിങ്കിലേക്ക് നടത്താൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെയും ഉപയോഗിക്കും. നമുക്കും ബലഹീനതയിൽ കർത്താവ് ശക്തി പകരും, ദൈവത്തിൻ്റെ കൃപ നൽകും, ആഴമേറിയ ബോധ്യങ്ങളിൽ നമ്മളെ നടത്തും. അങ്ങനെ ജീവനുള്ളവരായി ജീവിക്കുന്ന കർത്താവിനെ പിൻപറ്റുന്നവരാണെന്ന് നമ്മളും ലോകവും അറിയും വിധം ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കട്ടെ. എൻ്റെ ഈ കരം, നിങ്ങളുടെ കരത്തെ നോക്കിയാട്ടെ, എൻ്റെ ഈ കരം എത്ര ബലഹീനമാണെങ്കിലും അതിനെ ഉപയോഗിക്കാൻ ദൈവം വിശ്വസ്തനാണ് എന്ന ദൈവത്തിൽ നമുക്ക് ഭരമേൽപ്പിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന വാക്യത്തോടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഒരു കാര്യവും പ്രാർത്ഥിക്കാതെ ചെയ്യരുത്. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞൊരു വാക്കായിട്ട് നമുക്ക് ഏറ്റെടുത്ത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, അത് ഭാരമുള്ള ഒരു ജോലിയാണെങ്കിലും പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥനയോടെ അല്ലാതെ ചെയ്യരുത്. അതിൻ്റെ ഭാരം എടുത്തു കളയും കർത്താവ്. നമുക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുള്ള കൃപ കർത്താവ് പകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ട വചനങ്ങൾ ഓരോന്നും നമുക്ക് ഹൃദയസ്ഥമാക്കാം. വചനം നമ്മൾ കേവലം വായിക്കുകയോ ശ്രദ്ധിക്കുകയോ അല്ലാതെ അത് കണ്ടെത്തി ഭക്ഷിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതാ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. കേവലം വായിക്കുകയോ കേൾക്കുകയല്ല. കർത്താവിൻ്റെ ദാസൻ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആ ഒരു കത്തലുണ്ടാവണം. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. അത് നമ്മുടെ ആത്മാവിന് ചൈതന്യവും ജീവനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യവും ഒക്കെയായി, ശുദ്ധീകരണം ഒക്കെയായി വ്യാപരിക്കും നിശ്ചയം. അത് സംഭവിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.